സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എളുപ്പത്തിലുള്ള മുട്ട റോസ്റ്റ് കേട്ടോ. അതിനായിട്ട് നമ്മൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിനകത്ത് തന്നെ നമ്മൾ മുറിച്ചെടുത്തു കേട്ടോ. എളുപ്പത്തിലായി കേട്ടോ, വേറെ പ്രത്യേകിച്ച് കൂടുതൽ സമയമൊന്നും വേണ്ട, എല്ലാം ഇതിനകത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ചീനച്ചട്ടി എടുക്കുക, ചൂടാക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എല്ലാത്തിനും ഉലുവ ഉപയോഗിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉലുവ. അപ്പോൾ ഇതാ ഉലുവ നമ്മൾ നല്ല ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക, മുറിച്ചെടുത്ത എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി അതിന് ശേഷം അതിനകത്ത് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്നായിട്ട് നമ്മളങ്ങനെ മുറിക്കാനൊന്നും നമുക്ക് പാടൊന്നുമില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ളിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പം നോക്കി നല്ല അടിപൊളി റെഡി ആയിട്ട് കുറച്ച് നല്ലൊരു അതൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കത് അടച്ചു കൊടുക്കണം. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ നമുക്ക് അതിനകത്തോട്ട് നമ്മളത് വേഗം വേണ്ടിയിട്ട് വെക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതിപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടാക്കുന്നതായിരിക്കും, നിങ്ങളുണ്ടാക്കുന്ന പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുണ്ടാക്കുന്നത്. ഇത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ, അതിനകത്തോട്ട് നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മളിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എന്ത് ചേർക്കണം? മസാലപ്പൊടികൾ ചേർക്കണം കേട്ടോ. അധികമൊന്നും മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുന്നൊന്നുമില്ല കേട്ടോ, കുറച്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ കേട്ടോ, അതുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുന്നത്, നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതല്ലേ. അതുപോലെ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഒരു നുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ചിക്കൻ മസാല ഇട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അടച്ചു വയ്ക്കണം കേട്ടോ, നല്ലൊരു വേവ് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം തന്നെ ആയിട്ടുണ്ട്. നമ്മളതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഓയിൽ ചേർത്ത ഓയിലും പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് ആവിയിൽ നന്നായിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ദോശയായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്, എന്നാലും ചിലപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വന്നു കേട്ടോ, നന്നായിട്ട് വാടി വന്നു, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാരണം വെള്ളം നമ്മൾ ചേർക്കുന്നേ ഇല്ല ഇതിനകത്തോട്ട്. അങ്ങനെ നമ്മളിതാ അവസാനം നമ്മൾ മുട്ട എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് വേവിക്കണം കേട്ടോ. കാരണം മുട്ടയിലേക്ക് ആ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട നന്നായിട്ട് കീറി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അടിപൊളി മുട്ട റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ